നമസ്കാരം. ഇന്നത്തെ വിഷയം ലോകവും ലോകാവസാനവും. ശരിക്കും ലോകമെന്ന് പറയുന്നത് നമ്മൾ അടങ്ങുന്ന പഞ്ചഭൂതമായിരിക്കുന്ന ഈ ശരീരത്തെയാണ് നമ്മുടെ ലോകമെന്ന് പറയുന്നത്. പ്രപഞ്ചലോകം ഒരിക്കലും നശിക്കുന്നില്ല, ആ പ്രപഞ്ചലോകത്തിൽ ഒരിക്കലും വിനാശമുണ്ടാകുകയും ചെയ്യുന്നില്ല. പക്ഷേ വിനാശമുണ്ടാകുന്ന ലോകം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരമാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഈ ദേഹത്ത്, ആ ദേഹം എപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നു അപ്പോൾ നമ്മുടെ ലോകം അവസാനിച്ചു, പുതിയൊരു ലോകം നമ്മൾ വരികയായി. ആ പുതിയൊരു ലോകത്തേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ ജനിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കാരണം നമ്മളാകെ ജീവിക്കുന്നതും മര്യാദയ്ക്കോടുകൂടി പോകുന്നതും 8 വർഷമാണ്. ആ 8 വർഷം നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ കാരണമായി തീരും. അവസാനം പാപഫലങ്ങളെല്ലാം അവസാനിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ അവസാനിച്ച് തീരണമെന്ന് പറയും. അതായത് അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ച് തീരണമെന്ന് പറയുന്നത് കൊണ്ടാണ്. അതായത് ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ ലോകത്തിൽ അയാൾ ജനിച്ച് ചെയ്തു പോയ കർമ്മദുരിത ഫലങ്ങളെ അവസാനിപ്പിക്കുന്നത് അയാളുടെ ആ ജന്മത്തിൽ തന്നെയാണ്. അപ്പോൾ ഏതൊരു ദേഹത്തിലിരുന്നാണോ അയാൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്നത്, അതെല്ലാം അയാളുടെ ദുരന്ത ഫലങ്ങളെല്ലാം തീർത്തിട്ട് വേണം അയാൾക്ക് അടുത്ത ലോകത്തേക്ക് പ്രവേശിക്കാൻ. ഇതാണ് ലോകവും ലോകാവസാനം. അതല്ലാതെ നമ്മളുടെ ഈ പ്രപഞ്ചശക്തികളൊന്നും നശിയില്ല. 1000 സൂര്യന്മാർ ഉദിക്കുന്നത് പോലെ തന്നെയാണ്. അതായത് 1000 സൗരയുധങ്ങൾ ഓരോരോ സൗരയുധങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾക്ക് അനുഭവപ്പെട്ട ഈ സൗരയുധത്തിൽ നമ്മൾ നവഗ്രഹങ്ങളെ എടുത്ത് നമ്മളുടെ കർമ്മയോഗങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ജീവിതചര്യകളായിട്ട് കൊണ്ടുപോകുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ജനിച്ച ആ ജാതകത്തിൻ്റെ ഫലം എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. പക്ഷേ ആ ലോകത്തിൽ നമ്മൾ എന്തുകൊണ്ട് ജീവിച്ചു? അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ലോകം ഏതാണ്? ആ ലോകത്തിൽ ചെയ്തു പോയ കർമ്മദോഷം ഏതാണ്? ആ കർമ്മദോഷങ്ങളൊക്കെ അനുഭവിക്കാനായിട്ടാണ് നമ്മൾ ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. ഇതറിയാതെയാണ് മനുഷ്യരെല്ലാവരും പ്രവർത്തിക്കുന്നത്. പട്ടിയായിട്ടും പുഴുവായിട്ടും പുല്ലായിട്ടും ഒക്കെ ദേഹം സ്വീകരിക്കുന്നതും അവരോരോ ലോകത്തേക്കാണ്. അപ്പോൾ ആ ലോകങ്ങളെ തരണം ചെയ്ത് മാനവൻ്റെ ലോകത്തേക്ക് എത്തുമ്പോഴാണ് മനുഷ്യൻ സൽക്കർമ്മങ്ങളും ദൈവവിചാരങ്ങളുമായിട്ട് പോകണം. എവിടെയാണ് ഈശ്വരൻ്റെ സാന്നിധ്യം? നമ്മളിൽ തന്നെ. ആ നമ്മളിലുള്ള ഈശ്വര സാന്നിധ്യത്തെ നമ്മൾ ഉയർത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ കണ്ടു, സാക്ഷാത്കരിച്ചു, അല്ലെങ്കിൽ സാക്ഷാത്കാരമുണ്ടായി എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നന്ദി, നമസ്കാരം.